ഇന്ന് വർക്കിന് പോകണം, ജോലിക്ക് പോകണ്ട, ഇന്ന് വർക്കിന് പോയാൽ മതി. ബക്രീദാണ്. അപ്പം വീട്ടിലെന്തായാലും നിൽക്കില്ല എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം കരയരുത് കേട്ടാ. പോ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. രാവിലെ ഓട്സ് കുടിക്കുകയാണ്. ഇന്ന് വർക്കിന് പോകണം, ജോലിക്ക് പോകണ്ട, ഇന്ന് വർക്കിന് പോയാൽ മതി. അപ്പോൾ 1 മണിക്കൂറത്തെ കാര്യമുള്ളൂ. ധന്യയുടെ പാർലർ വെച്ചാണ് വർക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അത് പറഞ്ഞുതരാം. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഓട്സ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്നത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് വരുന്ന വഴി കാണുന്നതായിരിക്കും. ബക്രീദാണ്. അപ്പം വീട്ടിലെന്തായാലും നിൽക്കില്ല എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ശനി, ഞായർ, തിങ്കൾ 3 ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ മോനോട്ടന്. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ബോറായിരിക്കും. അപ്പം കണക്ക് കൂട്ടിയാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തത്. അല്ലെങ്കിൽ ഇന്ന് ഷോപ്പ് ഓപ്പൺ അല്ല. ഫസ്റ്റ് ഞാൻ ലീവ് പറയുന്നത് ശേഷമാണ് ഓണം പറയുന്നത് ഷോപ്പ് ഓപ്പൺ അല്ലാതെ. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെന്ന് നോക്കാം. സമയം തീരെയില്ല. ഞാൻ നേരെ ധന്യയുടെ പാർലറിലോട്ട് വന്നു. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പാർലർ കുറച്ചും കൂടി വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റൂമും കൂടെ എടുത്തിട്ട് അത് കുറച്ചുകൂടി ഒന്ന് നല്ല സജ്ജീകരണത്തോടു കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴും നമ്മൾ ഒരുങ്ങാനുള്ള കുട്ടിയെ വന്നു. എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ്, സിമ്പിളായിട്ട് ഒരുക്കിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഒരു 11 മണിയായപ്പോഴൊക്കെ എത്തി കേട്ടോ. അപ്പോൾ രാവിലത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരമേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബക്രീദിന് എങ്ങോട്ടെങ്കിലും പോവാം എന്നുള്ള രീതിയിൽ. വീട്ടിൽ തന്നെ അടച്ചുകൂട്ടി ഇരിക്കണ്ടേ, ശനിയും ഞായറും ഒരു തിങ്കളും മോന് ലീവ് കിട്ടിയതാണ്. മോന് സ്കൂളിൽ പോകണ്ട. അപ്പം ഞാൻ ലീവ് എടുത്തതും അത് കണക്കാക്കിയാണ് ലീവ് എടുത്തത് ഇന്ന് ബക്രീദിൻ്റെ അന്ന്. അതായത് ഇന്നലെ എങ്ങോട്ടെങ്കിലൊക്കെ പോവാം എന്നാണ് വിചാരിച്ചിരുന്നത്. രാവിലെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ വർക്കിന് പോയത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ക്ഷീണമായിപ്പോയി. BP കുറഞ്ഞത് എന്തിനാണെന്ന് അറിയാൻ വയ്യ. അമ്മയും പിന്നെ അങ്ങ് മടിച്ച്. ഇന്നത്തെ കാര്യം വെയിലൊക്കെ കൊണ്ടുപോകണ്ടേ, അതാണ് മെയിനായിട്ട് മടുപ്പ് വന്നത്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും മാറ്റി ബിരിയാണിയൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയും ഇന്നെങ്ങൊന്നും ബിരിയാണി കിട്ടത്തില്ല, കടയൊക്കെ അടവായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറയും ഞാൻ ചോറ് ഊറ്റി പൊരിച്ചിട്ടുണ്ട്, നമുക്ക് എനിക്ക് ചമ്മന്തിയും മുട്ടയും പൊരിച്ച് കഴിക്കാമെന്ന് പറയും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ മോനോട് പറയും മോനോട്ടെ ഇന്ന് പോകണ്ട, നമുക്ക് വേറെ ദിവസം പോവാം. അപ്പോൾ പറഞ്ഞില്ല പറ്റുമോ, നമ്മൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ പറയും എങ്കിൽ ശരി പോവാം. അമ്മ സത്യം പറഞ്ഞാൽ മടിച്ച് വൈകുന്നേരം ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറേ നാളുകൊണ്ട് പാർക്കിൽ പോകണം, കറങ്ങാൻ പാർക്കിൽ പോകണം എന്നും പറഞ്ഞുകൊണ്ട് ബഹളമാണ്. ഇന്നെങ്കിലും കൊണ്ടുപോകണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഈ 2 മാസം വെക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പാർക്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പാർക്കിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടാണ് പോയത്. 8 മാസത്തോളം ആവും എനിക്ക് തോന്നുന്നു. അപ്പം അത്രയും നാളായിട്ട് ഇവൻ പോവാതിരിക്കുകയാണ്. അപ്പോൾ അവന് പാർക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മെയിനായിട്ട് എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത് പാർക്ക് എന്ന് പറഞ്ഞ് തന്നെയാണ്. ഇതിൻ്റെ മ്യൂസിയം ഒക്കെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പ്ലാൻ വെച്ചില്ല. രാവിലെ തൊട്ടേ ഉള്ള പ്ലാനിങ് ആണ്, എങ്ങോട്ടെങ്കിലും പോവാം, കറങ്ങാൻ പോവാം, പാർക്കിൽ പോവാന്നുള്ളത്. ഒരു മടി. പിന്നെ എന്താണ്, എനിക്ക് പിന്നെ ക്ഷീണത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. BP ലോ ആണെന്ന് തോന്നുന്നു, ക്ഷീണം തോന്നിക്കുന്നുണ്ടായിരുന്നു. ഒരു കണ്ണിലൊക്കെ ഉറക്കം വന്ന് ആ ഒരു ഫീല്. പിന്നെ അമ്മയ്ക്കും പാർക്കിൽ പോണത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ മോനോടനെ കരുതിയാണ് പാർക്കിൽ പോണത്. നമ്മളവിടെ പാർക്കിൽ പോയാലും എന്തോന്നാണ് വെറുതെ അങ്ങനെ ഇരിക്കും. പിന്നെ മോനോടെ കിടന്ന് കുറച്ച് കളിച്ച് മറിയുമല്ലോ എന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ പാർക്കിൽ പോണത് കേട്ടോ. അങ്ങനെ അവൻ അബദ്ധത്തിൽ പറഞ്ഞും പോയി പാർക്കിൽ പോവാന്ന് റെഡി ആയിട്ട് നിൽക്കുകയും അങ്ങനെ വിചാരിച്ച് പിന്നെ പോവാന്ന്. ബസ്സിൽ പോകണം, അതാണ് മെയിനായിട്ട് മടിക്കണത്. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സ്കൂട്ടി ഉണ്ടെങ്കിലും ഇവരെ ഇത്രയും ദൂരമൊന്നും ഞാൻ കൊണ്ടുപോവുകയില്ല. അങ്ങനെ ആകെ ഒരു സ്ലോ മോഷനിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഫുഡൊക്കെ വെളിയിൽ നിന്ന് കഴിക്കാം. ബിരിയാണി ഉണ്ടല്ലോ, ഇവിടെ കിലോ ബിരിയാണി കിട്ടും. 200 രൂപയ്ക്ക് കൊടുത്താൽ 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കിയപ്പോൾ അതില്ല. പിന്നെ വീട്ടിൽ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചത് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മോനൂട്ടാ എവിടെ പോണു? മോനൂട്ടാ പോണോടാ? നമുക്ക് വേറെ ദിവസം പോയാലോ? ശരി വേണ്ട, പോവാം. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇല്ല പോവാ, അടിക്കണ്ട തന്നെ. പോവാം. അങ്ങനെതാ തൈര്, മുട്ട പൊരിച്ചത്, ചമ്മന്തി, എൻ്റെ മോനുട്ടൻ്റെയും വേണ്ടിയിട്ടുള്ള എൻ്റെ മോനുട്ടനും വേണ്ടിയിട്ടുള്ള മുട്ട പൊരിച്ചതാണ് കേട്ടോ. അതാണ് ഇത്രയും വലുത്. പാൻ കേക്ക് പോലെ ആയിരിക്കണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി മുട്ട പൊരിച്ചത്. അപ്പം ഇന്ന് ഇത് കൂട്ടി അങ്ങ് അടിക്കാം. ഓക്കെ, മോനുട്ടന് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ നമ്മൾ പറഞ്ഞ് കഴിച്ചാലേ പാർക്കിൽ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറയും. കരിയൊക്കെ സ്പ്രെഡായിട്ടിരിക്കും. ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. അപ്പോൾ സറി ഉണ്ടിട്ട് വരാമേ. ഹായ്, എവിടെ പോണേ? ഓ പറ്റേ വാ, അടിപൊളി വെയില്. സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ചിരിയാണ് വന്നത്. കാരണം 10 മണി അല്ലെങ്കിൽ പോട്ട് 11 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും 1:30 മണിയായി. പിന്നെ നടക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നടന്ന് ബസ്സിൽ കയറി പോവാൻ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. മോനോട്ടം ഉള്ളതുകൊണ്ട്, മോനോട്ടനെ എടുത്തുകൊണ്ട് ഈ ഒരു വെയിലത്ത് നടക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ ബസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ, അതായത് ബസ് സ്റ്റാൻഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നടന്നേ കയറി വരാൻ പറ്റത്തുള്ളൂ. അതൊക്കെ കൊണ്ടാണ് അങ്ങ് മടിച്ചത്. മറ്റേത് കാറിലാണ്. സത്യം പറയുന്നത് നമ്മൾ പാർക്കിൽ പോകാൻ നേരത്തെ ബസ്സിൽ ഇന്നേ വരെ യാത്ര ചെയ്തിട്ടില്ല, കാറിലാണ് പോയി ശീലം. ശീലങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരിക്കലും നമ്മളെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ കാറില്ലെങ്കിൽ എന്ത്, നമ്മൾ ബസ്സിൽ പോകും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്കും ആക്കുളം പാർക്കിലോട്ടാണ് പോകാൻ വേണ്ടിയിരുന്നത്. ഇതിന് മുമ്പ് ഞാനും ഏട്ടനും കൂടെ പോയിട്ടുണ്ട്, മോനൂട്ടനും കൂടെ പോയിട്ടുണ്ട്, 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ കാറിൽ ഇരുന്ന് പോയിട്ടുള്ളത് കൊണ്ട് റൂട്ട് വലിയ പിടുത്തമില്ലായിരുന്നു. അത് നമ്മൾ ബസ്സിൽ പോയപ്പോഴത്തേക്കും ഏട്ടൻ റൂട്ട് പറഞ്ഞു തന്നെങ്കിലും നമ്മൾ ആക്കുളം എന്നുള്ള ബോർഡാണ് നോക്കിയിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കുഴിവിള ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറി വേണം പോകാനുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഈ കുഴിവിള എന്നുള്ള ബോർഡല്ല നമ്മൾ ശ്രദ്ധിച്ചത്, ആക്കുളം ഇതാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ആക്കുളം അല്ലായിരുന്നു, കുഴിവിളയാണ് നോക്കാണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് മാറിപ്പോയി. ലുലു മോളിന്റെ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഒരു പാലമുണ്ട് ലുലു മോളിന്റെ അങ്ങോട്ടേക്ക് പോവാനുള്ള, റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പാലം. അപ്പോൾ അതിലേക്ക് കയറി നമ്മൾ ലുലു മാളിൻ്റെ അവിടെ ഇറങ്ങി. ഇവിടെ ബസ് ഉണ്ട്. നമ്മൾ ആട്ടോയിൽ ചോദിച്ചപ്പോൾ 150 രൂപയെന്ന് പറയും. അപ്പം എനിക്ക് റൂട്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പം 150 രൂപ എനിക്ക് വലിയ നഷ്ടം കണക്ക് തോന്നി. അപ്പോൾ കറങ്ങിയാണ് പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഭയങ്കര നഷ്ടം കണക്ക് തോന്നി. പിന്നെ വേറൊരു ആട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ 100 രൂപയെന്ന് പറയും. ഞാൻ പറഞ്ഞു എങ്കിൽ ശരി, കുഴപ്പമില്ല, കൊച്ചിനെയും കൊണ്ട് ഇനി ബസ്സിൽ കയറി അവിടെ ഇറങ്ങി പിന്നെ ആട്ടോ പിടിച്ച് പോകുമ്പോൾ ഒരു 10-20 രൂപ വ്യത്യാസം. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, കുഴപ്പമില്ല, ഓട്ടോയിൽ തന്നെ പോവാന്ന്. അങ്ങനെ നമ്മൾ ആക്കുളം പാർക്കിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറി. 4 മണിയൊക്കെ ആവാറായി. അപ്പോൾ 4 മണിയല്ല, ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറയും എനിക്ക് ചായ കുടിച്ചിട്ട് പോകും, അകത്ത് കയറുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിലാ. അപ്പോൾ അമ്മ പറയും എങ്കിൽ ശരി, ചായയോ സ്നാക്സോ എന്തെങ്കിലും പറയാമെന്ന്. അപ്പോൾ അവിടെ ആദ്യം കയറിയെടുത്ത് പാർക്കിൻ്റെ തന്നെ കഫേ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചായ മാത്രമേ ഉള്ളായിരുന്നു, സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സും കിട്ടാൻ ചിലപ്പോൾ പാടായാലോ എന്ന് വിചാരിച്ച് നമ്മൾ വെളിയിൽ നിന്ന് വല്ലതും കഴിച്ചിട്ട് പോകാം, വിശക്കണമെങ്കിലോ. പിന്നീട് മോനൂട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മോനൂട്ടന് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരു ചായയും സ്നാക്സും വാങ്ങിച്ച്. ചായ നല്ലതായിരുന്നു കേട്ടോ, അതുകൊണ്ട് അമ്മ 2 ചായ വാങ്ങിച്ച്. സാധാരണ എനിക്കാണ് 2 ചായ വാങ്ങണ പതിവ്. ഇതിപ്പോൾ ചായ കൊള്ളാമെന്നുള്ളതാണ് അമ്മ ഒരു ചായ കൂടെ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ചായ മതിയായിരുന്നു. പിന്നെ മുട്ട ബജിയാണ് ഞാൻ എടുത്തത്. മുട്ടയ്ക്കകത്ത് പക്ഷേ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ കുരുമുളകൊന്നും കാണത്തില്ല. അപ്പോൾ ഇത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ചായയായിരുന്നു. ഒരു പൊട്ടിക്ക് മധുരം കൂടുതലായിരുന്നു, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ പാർക്കിനകത്തോട്ട് കയറി. ഇവിടെ എന്ന് പറയുന്നത് കൂടുതലും ചെടി, മരം, ഭയങ്കര തണലും കാര്യങ്ങളൊക്കെയാണ് മറ്റുള്ള പാർക്കിനെ അപേക്ഷിച്ച്. ഇവിടെ നല്ല രസമാണ്. ഇവിടെ ഞാനും മോനോട്ടനും വന്നിട്ടുണ്ട്, അമ്മ ആദ്യമാണ്. ഇവിടെ ഞാൻ പറയണ പോലെ കേട്ടോണം, ഇവിടെ കിടന്ന് ഓടേ ബഹളം വയ്ക്കുക എക്കാനും ചെയ്ത ആട്ടിയിട്ട് പറയണ വില കയറാവൂ, എല്ലാത്തിലും വലിഞ്ഞ് കയറരുത് കേട്ടല്ലേ. ഇവിടെ കിടന്ന് ബഹളം വയ്ക്കരുത്, ഒന്നാമത്തെ കാര്യം. കരയരുത് കേട്ടാ. പോ. പിന്നെ ഇവിടുത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇവിടെ ഏതിനും ടിക്കറ്റാണ്. ടിക്കറ്റിന് പൈസ കൊടുക്കണം. എൻട്രി ഫീസായിട്ട് ഈ പറയും പോലെ 30 രൂപയാണെന്ന് തോന്നുന്നു. 2 പേർക്കും കൂടെ 60 രൂപ. മോനോട്ടനെ എടുത്തില്ല, 5 വയസ്സ് മുകളിലോട്ടുള്ളവർക്ക് എടുത്താൽ മതി. മോനോട്ടന് 4 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ആദ്യം അടിച്ചത് 250 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറയും ഇതിപ്പോൾ എന്തോന്നിനൊക്കെയാണ് അടിച്ചെന്ന് വെച്ചാൽ ട്രെയിനും കൂടെ ചേർത്ത് തുടങ്ങി. ഞാൻ പറയും ട്രെയിനൊന്നും വേണ്ട, അത് ആവശ്യമൊന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വന്ന് എടുത്തോളാം തുടങ്ങി. മോനോട്ടന് ട്രെയിനിൽ കയറണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മുതിർന്നവർക്കൊക്കെ ട്രെയിനിൻ്റെ ഇത് അടിച്ച് വെച്ചത്. ഞാൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറയും. അപ്പോൾ ആൾക്ക് ഇത്തിരി വെപ്രാളം കൂടെ ഉണ്ടായിരുന്നു ടിക്കറ്റ് അടിച്ച് തന്ന ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി 2 ടിക്കറ്റ് 60 രൂപയുടെ ടിക്കറ്റ് മാത്രമാണ് എടുത്തത്. പിന്നെ ഞാനും അമ്മയും കൂടെ ഒക്കെ അവിടെ ഊഞ്ഞാലിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഇത് ആദ്യമായിട്ടാണ് പറഞ്ഞത്, അമ്മ ഇതിന് മുമ്പ് വന്നിട്ടില്ല. ഞാനും ഏട്ടനും കുഞ്ഞും കൂടിയൊക്കെ ചിലപ്പോൾ ബൈക്കിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു തവണ എങ്ങനെയാണ് നമ്മൾ കാറിൽ പോയിട്ടുള്ളതെന്ന് തോന്നുന്നത്. പക്ഷെ അന്ന് അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അമ്മ വേറെ എവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മളെല്ലാവരോടും ഒരുമിച്ച് വന്നു. ഏട്ടനെ നന്നായിട്ട് മിസ് ചെയ്തു. കാരണം ഇവിടെ വരുമ്പോഴൊക്കെ കൂടുതൽ ഏട്ടനും ഞാനും കുഞ്ഞും കൂടെ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തൊക്കെ അവിടേക്ക് നിന്നപ്പോഴേക്കും എന്നെ നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ. പിന്നെ മോനോട്ടൻ
ആദ്യം ഇതിൽ കയറിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇതിൽ കയറൂല, എനിക്ക് ഭയങ്കര പേടിയമ്മാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു. ആ പരിചയമുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. അവിടെ വീണ് അവിടെ അത്രയും ഭാഗം കുഴിഞ്ഞ്, പിള്ളേര് വീണായിരിക്കണം, അത്രയും ഭാഗം കുഴിഞ്ഞ്. പക്ഷെ നല്ല രീതിയിൽ ബട്ടക്സ് ഇടിച്ചാണ് വീഴുന്നത്. അങ്ങനെ ഞാൻ പറയും, നാളെ ഇനിയിപ്പോൾ നല്ല വേദനയായിരിക്കും എന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, ഇത് താഴെ പാർക്കിന്റെ അവിടെ നമുക്ക് പേയ്മെന്റ് കൊടുക്കണ്ട, മറ്റേ ട്രെയിനിലൊക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് കൊടുത്താൽ മതിയാവും, 80 രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പിന്നെ ഇത് മോളുടെ പിന്നെ താഴെ നിന്ന് പാർക്കിൽ കുറേ നേരം കളിച്ചതിന് ശേഷം മുകളിൽ സ്റ്റെപ്പ് കയറി പോവുകയാണ് കേട്ടോ നമ്മള്. സംഗതി എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഗെയിംസുകളുണ്ട്. എന്താണ് പറയുക, സോഫ്റ്റ് ഗെയിംസ്, ഹാർഡ് ഗെയിംസ്, പിന്നെ ഈ കാല് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും പൊടി മീനുകൾ വന്ന് കൊത്തിയെടുക്കുമല്ലോ, അതിന് വേറെന്തോ പേര് പറയും. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്കും, ഞാനും രണ്ടും കൂടെ ആദ്യം വന്നപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബില്ലാണ് കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റിന്റെ ആ ഒരു ഇതല്ല, എല്ലാത്തിനും സെപ്പറേറ്റ് സെക്ഷൻസ് ആണ്, സെപ്പറേറ്റ് കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ കുറച്ച് ഗെയിംസ് അല്ലാതെ ഇതിൽ കയറണം നമ്മുടെ മോട്ട് ഇച്ചിരി ബഹളമായിരുന്നു. പക്ഷെ ഞാൻ കയറ്റിയിരുന്നില്ല, കാരണം അതൊക്കെ വേസ്റ്റ് ആണ്, വെറുതെയാണ്. കാരണം ഒരു 20 മിനിറ്റെങ്കിലും ഒരു കുഞ്ഞിന് ഒരു സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു ഗെയിമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 5 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് 100, 200 ഒക്കെ പറയണത് കേട്ടോ. പിന്നെ മോനോടെ GP കയറണമെന്ന് പറയുമ്പോൾ GP കയറ്റി, അതും ഒരു റൗണ്ട് മാത്രം, ഒരു ചെറിയ റൗണ്ട് പറഞ്ഞതിന് 80 രൂപ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇത് ഭയങ്കര നഷ്ടമാണ്. മോനോടെ വലിയ കുഴപ്പമില്ലാതെ, കാരണം ഞാൻ പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറ്റി. പിന്നെ ഞാൻ ബസ്സോട് പറഞ്ഞിട്ട് സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണാൻ പറ്റും, നിങ്ങളെ കിഡ്സിന്റെ സിനിമ എന്നാന്ന് പറയും. അപ്പൊ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, അവന് പേടിയാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ സൗണ്ട് കേട്ടിട്ട് അവന് പേടിയാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഗതി അവിടെ എന്ന് പറയുന്നത് സീറ്റ് ഇളവുന്നതും 3D ആയിട്ട് തോന്നുന്നതാണ്. പിന്നെ സ്കൈ സൈക്ലിംഗ് അങ്ങനെ അതുണ്ടായിരുന്നു. ഒരിക്കലും ഞാനും പൊന്നും ഏട്ടനുമായിട്ട് സമയത്ത് പൊന്നു സ്കൈ സൈക്ലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. അവള് അന്ന് എക്സ്പീരിയൻസ് പറഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നു തന്നെ. പിന്നെ എപ്പോഴോ വീഡിയോ എടുത്തിട്ടിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച് എന്റെ നെറ്റിയിൽ പൊട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊട്ട് പോണത് എന്തോ ഒരു ഇറിറ്റേഷൻ കണക്കാണ്. എന്റെ സാധാരണ കൊണ്ടുവന്ന ബാഗിനകത്താണ് ഈ പൊട്ട് കാണും. ഇപ്പൊ കൊണ്ടുവന്ന ബാഗിനകത്ത് ആ വക സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ അത്രയും തപ്പി നടക്കായിരുന്നു ഒരു പൊട്ടിന് വേണ്ടിയിട്ട്, പക്ഷെ കിട്ടിയില്ല. പിന്നെ മോനോട്ടും ചെറുതായിട്ട് പുട്ടിറക്കി നിപ്പോണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ ആയി. കാരണം അവന് ഓരോന്നിലും കയറണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ഓവർ വ്യൂ ആണ്, ആക്കുളം പാർക്കിന്റെ ഒരു ഓവർ വ്യൂ ആണ്. സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ ഇറങ്ങാൻ പറ്റിയ അടിപൊളിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ലുലു മാളിൽ പോവാന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ആ തണുപ്പിലൊക്കെ ഇപ്പൊ ഇത്രയും നല്ല രീതിയിൽ വസോട്ടും കുസ്തി മറിഞ്ഞ കേട്ടോ, ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഒത്തിരി റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ലുലു മാളിലോട്ട് പോവാന്ന്. എന്തായാലും അടുത്തല്ലേ, നമ്മൾ ഇറങ്ങിയപ്പോഴും വലുതായിട്ട് താമസിച്ചൊന്നുമില്ല. ലുലു മാളും ആക്കുളം പാർക്കും തമ്മിൽ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരെ ലുലു മാളിലാണ് വന്നത്. അവിടെ പാട്ടും ബഹളവും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, കാരണം ബക്രീദിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മോനോട്ടിന് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, പ്രത്യേകിച്ച് ഒന്നും വാങ്ങാൻ വേണ്ടി വന്നതല്ല, ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഇവിടുന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസ ആവും. പിന്നെ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്നുണ്ടായിരുന്നു, എന്തെങ്കിലും കഴിച്ചിട്ട്. കാരണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ബസ്സിൽ കയറി അങ്ങ് പോകത്തേ ഉള്ളൂ. അവിടെ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ മോനോട്ടോ ഉറങ്ങും. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു 7-7:30 മണിയായപ്പോൾ ഞാൻ അവിടെയൊക്കെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടന്ന് ഒരു ബിരിയാണി കണ്ടുപിടിച്ചു. റേറ്റ് കുറവുള്ള ഒരു ബിരിയാണി കണ്ടുപിടിച്ചു. ബാക്കി എല്ലാം GST അതും ഇതും ചേർത്ത് ഭയങ്കര റേറ്റ് കേട്ടോ. സത്യം പറയാൻ നഷ്ടമാണ്. എങ്കിൽ പിന്നെ നിനക്ക് വാങ്ങിച്ച് കഴിക്കാണ്ടിരുന്നോളൂ, ഇത്രയും വലിയ പൈസയാണെന്നുണ്ടെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. നമ്മളെ ഒരു സന്തോഷത്തിനാണ് കേട്ടോ. നമ്മൾ രാവുന്നില്ല പകലൊന്നുമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നു. അപ്പൊ അതിന്റെ ഒരു എമൗണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാറില്ല. അപ്പൊ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴും അതിന്റെ ഒരു സന്തോഷം അതൊരു വേറെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒത്തുപോലെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചതാണ്. ഇത് കഴിച്ച് നമ്മൾ വേറെ അങ്ങ് നിറഞ്ഞു പോകും അങ്ങനെയൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല, കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. പിന്നെ മോനോട്ട് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഐസ്ക്രീം സെറ്റാണ് കേട്ടോ. ആ ഒരു പൈസയ്ക്ക് വസൂലാണ്, കാരണം 40 രൂപയാണ് ഈ ഒരു ഐസ്ക്രീം എന്നുള്ളത്. ഞാൻ കഴിച്ചപ്പോൾ എവിടേക്ക് എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സംഗതി നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. ചോക്ലേറ്റ് ഡിപ്പ് അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര് കേട്ടോ, വാനില ചോക്ലേറ്റ് ഡിപ്പ്. ഇത് നമ്മൾ കോൺ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ കോൺ നിറച്ചൊന്നും നമുക്ക് ഐസ്ക്രീം കിട്ടില്ല. പക്ഷെ ലുലു മാളിലെ ഐസ്ക്രീം 40 രൂപ ഐസ്ക്രീമിൽ കോൺ നിറച്ച ഐസ്ക്രീമും കിട്ടും, നല്ല അടിപൊളി ഐസ്ക്രീമുമാണ് കേട്ടോ. ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയ ഒരു ഐസ്ക്രീം എന്ന് പറയുന്നത് ഈ ഒരു ഐസ്ക്രീം തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത്. മറ്റുള്ള ഐസ്ക്രീമൊന്നും ഇതേപോലത്തെ അല്ല കേട്ടോ. പിന്നെ അവിടെയൊക്കെ നമ്മളൊന്ന് കറങ്ങി അടിച്ച്. അങ്ങനെയാണ് അമ്മ പറയും നമുക്ക് സാരി സെക്ഷനിൽ പോയി റേറ്റൊക്കെ ഒന്ന് നോക്കി കണ്ണൊക്കെ തള്ളിയിട്ട് വരാമെന്ന്. സത്യത്തിൽ പറയുകയാണെങ്കിൽ കണ്ണ് തള്ളിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ ഈ ഒരു സെക്ഷൻ കൊള്ളായിരുന്നു, ഈ ഒരു ധാവണി കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല പോയത്, നമുക്കൊന്ന് കയറി കാണുക അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ.
പിന്നെ അവിടെ കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊന്ന് ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന ഷോർട്സ് ഒക്കെ ആയിരുന്നു. മോനോട്ടം കാണുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയായിരുന്നു, വല്ല വീട്ടിൽ ചെന്നിട്ട് ജനാലിന്റെ മണ്ടയ്ക്ക് കയറി ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. എന്തായാലും മോനോട്ട് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ആ പാർക്കിൽ പോയി, ലുലു മാളിൽ പോയി അടിച്ച് പൊളിച്ചിട്ടാണ് വന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആ സന്തോഷം കാണാൻ തന്നെ മനസ്സിനകത്തൊരു നിറവാണ്. എത്രയോ നാളുകൊണ്ട് ഞാൻ വിചാരിക്കണം എന്നറിയാമോ കൊണ്ടുപോകണമെന്ന്, പക്ഷെ നടക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും